നേരിടുമ്പോൾ വിളവെടുപ്പിനു വേണ്ടിയുള്ള യന്ത്രം വികസിപ്പിക്കണമെന്ന ആവശ്യവുമായി കർഷകർ രംഗത്ത്. കോവിഡിൽ തൊഴിലാളികളെ കിട്ടാനില്ലാതായതോടെ യഥാസമയം വിളവെടുപ്പ് നടത്താൻ കഴിയാത്തതിനാൽ 30% വിളനഷ്ടമാണ് കർഷകർക്കുണ്ടായത്. കോവിഡ് പിടിമുറുക്കിയതോടെ തമിഴ്നാട്ടിൽ നിന്ന് തൊഴിലാളികൾ ഇടുക്കിയിലെ തോട്ടമേഖലയിലേക്ക് എത്താതായി. മറ്റ് അന്യസംസ്ഥാന തൊഴിലാളികൾ നാടുകളിലേക്ക് മടങ്ങുകയും ചെയ്തതോടെ ഏലം പരിപാലനവും വിളവെടുപ്പും പ്രതിസന്ധിയിലായി. ഈ സാഹചര്യത്തിലാണ് വിളവെടുപ്പിന് സഹായകമാകുന്ന യന്ത്രം വികസിപ്പിക്കണമെന്ന ആവശ്യമുയരുന്നത്. എന്തുകൊണ്ട് നമുക്ക് ഏലം വിളവെടുപ്പിനുള്ള ഒരു യന്ത്രം ഉണ്ടായിക്കൂടാ എന്നുള്ള ചോദ്യമാണ് നമ്മൾ കൃഷിക്കാർ ഉന്നയിക്കുന്നത്. ഈ കാർഷിക ഗവേഷണ കേന്ദ്രങ്ങൾക്ക് ഇത് സാധിക്കുന്നില്ലെന്ന് അവർ പറയുകയാണെങ്കിൽ ആ ദൗത്യം ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറാണ്. ഏലം കൃഷിയുടെ സംരക്ഷണത്തിനും വികസനത്തിനും വിപണനത്തിനുമായി രൂപീകരിച്ച സ്പൈസസ് ബോർഡും കൃഷിവകുപ്പും കേന്ദ്ര കാർഷിക മന്ത്രാലയത്തിന് കീഴിലുള്ള ഗവേഷണ സ്ഥാപനങ്ങളും പ്രതിവർഷം ആയിരക്കണക്കിന് കോടി രൂപയാണ് ചെലവഴിക്കുന്നത്. ഇത്തരം സ്ഥാപനങ്ങളും വകുപ്പുകളും കാർഷിക മേഖലയിലെ കാലാകാലങ്ങളിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികൾ പരിഹരിക്കാൻ ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകേണ്ടതാണ്. എന്നാൽ അതുണ്ടാകുന്നില്ലെന്നാണ് ആക്ഷേപം. പ്രതിസന്ധി പരിഹരിക്കാൻ സർക്കാർ മുൻകൈയെടുക്കണമെന്ന് ഈ രംഗത്തുള്ളവർ ആവശ്യപ്പെടുന്നു. ന്യൂസ് 18 ഇടുക്കി. പാലക്കാട് ജില്ലയിൽ നെല്ല്